സ്കാൻ ചെയ്യുന്ന ഡോക്ടർ എന്നോട് ചോദിക്കും ആരാ പറഞ്ഞു പ്രഗ്നന്റ് ആണ്. എനിക്കിങ്ങനെ കാണുന്ന ഇഷ്ടമല്ലാണ്ടായി. ഇതാണ് കഴിഞ്ഞ 9 മാസങ്ങളായിട്ട് In the still of the night, I think of you. My heart beats with every thought of you. അങ്ങനെ കുറെ നാൾക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കാണ്. ഹലോ ഗൈസ് നമ്മൾ പറഞ്ഞില്ലല്ലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നെന്താ സ്പെഷ്യൽ ഒന്നുമല്ല, നമ്മള് കുറെ നാളായല്ലോ നമ്മള് സംസാരിച്ചിട്ട്. അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാരും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ വിവരങ്ങളൊക്കെ. നമ്മള് ഷോർട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ലോങ് വീഡിയോ നമ്മൾ ഒരു 2 months മേലെ ആയിട്ടുണ്ട് ചെയ്തിട്ട്. പിന്നെ നമ്മൾ എപ്പോഴാ ചെയ്തേ? നമ്മള് നമ്മള് ബീച്ചിൽ പോയ വീഡിയോ ചെയ്തത്. അപ്പം ഓർമ്മയില്ലേ? ഇന്നിപ്പോ നമ്മള് ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇപ്പൊ 9 months ആയല്ലോ, ഏകദേശം ഡെലിവറിയോട് അടുത്തിട്ടുണ്ട് നമ്മള്. ആലോചിക്കണം. അപ്പൊ നമ്മള് ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതല് നമ്മളിപ്പോ ലാസ്റ്റ് വരെ അനുഭവിച്ച കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിനെ പറ്റിട്ടാണ്. നീ ഓർക്കണം നമ്മൾ അതിനെ പറ്റിയിട്ടാട്ടോ ഇപ്പൊ സംസാരിക്കാൻ പോകുന്നത്. കാരണം കുറെ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ, കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇതിനെ പറ്റിയിട്ട് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഫസ്റ്റ് പ്രഗ്നന്റ് ആവുന്നവർ, ഇപ്പൊ ഞാൻ തന്നെ ആണെങ്കിലും കുറെ വ്ലോഗൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. എന്തായിരിക്കും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടാവുന്നേ, സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഉണ്ടാവുന്നേ, അങ്ങനെയൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എന്നെക്കാട്ടിലെ എക്സ്പീരിയൻസ് പിന്നെ ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ പോയി നിന്നത് കുറവാ. അത് ഒരു 10 days, ഇതിന്റെ ഇടയ്ക്ക് ഒരു 10 days ഒക്കെ ഞാൻ പോയി നിന്നിട്ടുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഫുൾ ടൈം ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. ഞാൻ എന്റെ വീട്ടിലങ്ങനെ പോയി നിന്നിട്ടില്ല. അപ്പൊ എന്നെക്കാട്ടിലും നന്നായിട്ട് ചേച്ചിക്ക് ഇതിനെ പറ്റിട്ട് പറയാൻ പറ്റും. ഞാൻ പറയില്ല, പറയണം. അപ്പൊ എന്തായാലും നമുക്ക് അത് സംസാരിക്കാം, അതിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, ഇതിപ്പം എന്താ തുടങ്ങല്ലേ? ഓക്കെ, എന്താണ് പറ, എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ 3 മാസം? ആദ്യത്തെ 3 മാസം പറയുന്നതിനെക്കാട്ടിലും മുന്നേ ആദ്യത്തെ ദിവസമാണ് പറയേണ്ടത്. ഫസ്റ്റ് ഡേ നമ്മള് പ്രഗ്നൻസി റിവീലിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷെ സംഭവം അത് വീഡിയോ ജസ്റ്റ് ഞാൻ ചെയ്തു. വീഡിയോ ഇട്ടത് നമ്മൾ കഴിഞ്ഞിട്ടാണ്. ഒരു 3 മാസമായപ്പോഴേ നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തത്. പക്ഷെ വേറെ സംഭവം എന്താന്ന് വെച്ചാൽ, ആ വീഡിയോ നമ്മൾ ഫസ്റ്റ് ഡേ എന്താ നോക്കുന്നത്, ഫസ്റ്റ് ഡേ ഞാൻ നിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ വീഡിയോ കാണിച്ച്, അല്ല മറ്റേ സാധനമില്ലേ, ആ സാധനം ഇങ്ങനെ കാണിച്ചു തന്നപ്പോഴത്തേക്കും നോർമലായിട്ട് ഇവൻ ക്യാമറ ഓൺ ആക്കി വെച്ചേക്കുന്നോണ്ടാണോ അങ്ങനെ അഭിനയിച്ചെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം ഉണ്ട്, ഇതിന്റെ ബാക്കിൽ വേറെ സംഭവം ഉണ്ട്. അതെന്താ? നീ എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. നീ ഓർക്കൂല, കഴിഞ്ഞ കാര്യങ്ങൾ നീ ഓർക്കൂല. നീ പറഞ്ഞു ഓർത്ത് പറഞ്ഞു. എന്ത് കാര്യങ്ങളാ? എന്താ പറഞ്ഞു? ഞാൻ പറയാം. സംഭവം ഞാൻ ഇവനിങ്ങനെ കാണിച്ചു, ഇങ്ങനെ പ്രഗ്നന്റ് ആണെന്നുള്ള സംഭവം കാണിച്ചപ്പോ ഇവൻ ഫോണുണ്ടല്ലോ, നന്നായിട്ട് എനിക്ക് നല്ല എന്താ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി, അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഓഫായി കഴിഞ്ഞു. ഒക്കെയായിട്ട് ഉള്ളതാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഓൾറെഡി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സംഭവം. ഇത് 2 വരെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് 2 വരെ അല്ല, ഇനിയിപ്പോ എന്താ സമാധാനം, എനിക്കിപ്പോ ഇത് അങ്ങനെ അല്ല, പ്രഗ്നന്റ് ഒന്നും അല്ല, ഈ വെറുതെ ആവശ്യമില്ലാതെ ഇതാക്കണ്ട, ഞാൻ വീഡിയോ എടുത്തോന്ന് മാത്രം അങ്ങനെ നിന്നേ ഉള്ളൂ, ഇത് ആരെങ്കിലും വിളിച്ചു ചോദിക്കെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചു. അപ്പൊ അവള് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു. എല്ലാരും ഞാൻ അങ്ങനെ ഒരുപാട് പേരോട് 2 ഫ്രണ്ട്സിനോട് ചോദിച്ചു. അപ്പൊ 2 പേരും കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു. ഞാൻ കൺഫ്യൂഷൻ വന്നപ്പോ ആദ്യത്തെ ഒരു ലാബിൽ പോയി, അവിടുന്ന് റിസൾട്ട് കിട്ടി. പിന്നെ അന്ന് രാത്രി തന്നെ
ലാബിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അതും പോസിറ്റീവ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞില്ല. പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയിട്ട് പിന്നെ മറ്റേ BTHCG എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ടല്ലോ, ആ ടെസ്റ്റ് നമ്മൾ ചെയ്തു. ആ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അതിനകത്തില് ഇങ്ങനെ ചെറിയ ഒരു ഇതുണ്ടായിരുന്നു. എന്താണ് പോസിറ്റീവ് ആണ്, പക്ഷെ എന്താണ് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. കാരണം നമ്മൾ എന്നാ നോക്കിയത്, പീരീഡ്സ് ആയി കഴിഞ്ഞിട്ട്, പീരീഡ്സിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു 3 days കഴിഞ്ഞപ്പോഴത്തേക്കാണ് നോക്കിയത്. അപ്പോ പോസിറ്റീവ് ആണ്, സംഭവം പോസിറ്റീവ് ആണ്. പക്ഷെ ഇവൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങള് അത് കഴിഞ്ഞിട്ട് വീണ്ടും ലാബിൽ പോയിട്ട് വീണ്ടും BTHCG ചെയ്തു. പിറ്റേ ദിവസം അന്ന് ചെയ്തില്ല, അന്നാണോ ചെയ്തു. റിസൾട്ട് വൈകിട്ട് വന്നു. എന്നിട്ട് ഇവിടെ 24 hours ഉള്ള വേറൊരു ലാബിലും അന്ന് രാത്രി പോയി ചെയ്തു. 10 മണിക്ക് ഞാൻ സെയിം റിസൾട്ട് തന്നെ. എന്നിട്ടാണ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയത്. എന്നിട്ടും ഞങ്ങൾ വിശ്വസിച്ചില്ല. എന്നിട്ട് ഞങ്ങള് പറഞ്ഞു ഇല്ല, ഇത് വേറെ എന്തോ ഒരു ഇത് അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ സാധനം. നമ്മളങ്ങനെ എന്താ, നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവുമല്ലോ, പോസിറ്റീവ് അല്ല, വെറുതെ തോന്നിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആരോടും ആരോടും പറഞ്ഞില്ല. പിന്നെ അതിനുശേഷം അത് കഴിഞ്ഞിട്ട് നമ്മള് ഹോസ്പിറ്റലിൽ പോകണം. നമ്മൾ EMC ഫസ്റ്റ് പോയത്. അങ്ങനെ അവിടെ പോയി ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു പോസിറ്റീവ് ആണെന്ന്. നോക്കിയപ്പോ ഡോക്ടർ പറഞ്ഞു കൺഗ്രാജുലേഷൻ തോന്നി. അപ്പൊ ഇപ്പൊ അല്ല, സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അവിടെ ചെന്നോണ്ട് അന്നത്തെ ഡേ തന്നെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ എന്നോട് ചോദിക്കുക, ആരാ പറഞ്ഞു പ്രഗ്നന്റ് ആണ്? ആണോ? ഞാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്ത്, ടെസ്റ്റിനകത്തിൽ പോസിറ്റീവ് ആണ്, പക്ഷെ പോസിറ്റീവിന്റെ ഒന്നും കാണുന്നില്ല, സ്കാനിങ്ങിനകത്തിൽ നെഗറ്റീവ് ആന്ന് പറഞ്ഞു. അപ്പൊ വല്ലാണ്ടായി പോയി, ഇതെന്താ ഇങ്ങനെ? അപ്പൊ നമ്മൾ നേരെ ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു അത് ചിലപ്പോ ഇതിൽ കാണാൻ ചാൻസ് കുറവാണ്, ഇപ്പൊ അറിയില്ല, ഒരു 7 week ആയാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ലേ, അന്ന് 7 week ഒന്നും ആയിട്ടില്ല, 1 മാസം എങ്ങാണ്ട് ആയിട്ടേ ഉള്ളൂ. കറക്റ്റ് 1 മാസമല്ലേ ആയിട്ടില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി 2 weeks കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ആ 2 weeks പക്ഷെ വേറെ കാര്യം കേൾക്കണോ, വീണ്ടും നമ്മളൊരു പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങിച്ചോണ്ട് പോയി വീട്ടിലോട്ട്. കാരണം വിശ്വസിക്കാൻ പറ്റണ്ടേ? എനിക്ക് ഒട്ടും വിശ്വാസമില്ല. കാരണം ഇതെനിക്ക് വീട്ടിൽ പറയണം, ഇത് ഉള്ളതാണോ അല്ലയോ എന്ന് അറിയില്ലല്ലോ. എനിക്ക് ഷൂട്ടിന് പോകണം. പിന്നെ അങ്ങനെ എന്താ, നമുക്ക് വേറെ പ്ലാനുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഹണിമൂൺ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മൾ ദുബായിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഇപ്പൊ ഇങ്ങനത്തെ സംഭവം വന്നത്. അപ്പം നമുക്ക് അതിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വീണ്ടും നോക്കിയപ്പോ വീണ്ടും പോസിറ്റീവ്. അപ്പൊ ഇവന് ആയിരിക്കാം, ഇവൻ പറഞ്ഞു അന്ന് ആയിരിക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം, 2 weeks വെയിറ്റ് ചെയ്യാം. ആ 2 weeks എങ്ങനെ പോയെന്ന്. അങ്ങനെ നമ്മള് പോസിറ്റീവ് ആണ് എന്ന് പിറ്റേ 2 ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേ ആയി. ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോ അതിലെന്തായിരുന്നു, അതിലും കാണുന്നില്ല ഒന്നും, അതിലും ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഒന്നും കാണുന്നില്ല. ബേബി വരണ്ട ആ ഒരു ഇതുണ്ടല്ലോ, എന്താ സഞ്ചിയോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. എനിക്ക് അതിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അപ്പൊ അത് ഡോക്ടർ അങ്ങനെ പറഞ്ഞു, സ്കാൻ ചെയ്ത ഡോക്ടർ അങ്ങനെയാണ്, ബേബി കിടക്കുന്ന സഞ്ചി ഉണ്ട്, ഗർഭാശയമായിരിക്കണല്ലോ, അതല്ലല്ലോ, ഗർഭാശയം ഓൾറെഡി ഉണ്ടായിരിക്കുമല്ലോ, ആ സംഭവം ഇല്ല, അത് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. വന്നിട്ടില്ല, വീണ്ടും 2 weeks വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം നമുക്ക് നമ്മൾ അവിടെ നിന്ന് വേണ്ടാന്ന് വെച്ചു. കാരണം ഡോക്ടർ എന്നിട്ട് പറഞ്ഞു അനങ്ങാൻ പാടില്ല, അതിനുശേഷം പക്ഷെ ഞാൻ ഛർദിച്ചു. ഇവിടെ ഒരാളെ ഞാൻ ഛർദിച്ചപ്പോഴത്തേക്കും മൂക്കും പൊത്തി പിടിച്ചോണ്ട് ഓടി അപ്പുറത്തോട്ട്. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ കരയായിരുന്നു കിടക്കണത്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഛർദില് എനിക്ക് വലുതായിട്ടില്ലായിരുന്നല്ലേ, വലിയ രീതിയിലില്ലായിരുന്നു. പക്ഷെ എന്നാലും 3 മാസം അത്യാവശ്യം ഛർദിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചു. കിൻഡറിലാണ് നമ്മൾ പോയത്. അങ്ങനെ കിൻഡറിൽ പോയി അവിടെ ആദ്യം ഒരു ഡോക്ടറെ കാണിച്ചു.
അവിടെ ആദ്യം ഡോക്ടറിനെ കാണിച്ചപ്പോ ആ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമാവുന്നില്ല, ഇത് ചിലപ്പോ ഉണ്ടാവൂല, നമുക്ക് നമുക്ക് അത് വന്നിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഛർദിലുണ്ട്, എനിക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ വരാൻ തുടങ്ങി, എനിക്ക് ഇവനെ കാണാൻ ഇഷ്ടമല്ലാണ്ടായി, ഞാൻ എന്റെ അടുത്തുനിന്ന് പോവാനൊക്കെ പറയും, എനിക്ക് ഒട്ടും എനിക്ക് അങ്ങോട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായി. അങ്ങനെ നമ്മള് ഡോക്ടർ 2 വീക്സ് വെയിറ്റ് ചെയ്യാൻ വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു, വേറൊരു ഡോക്ടർ വീണ്ടും കാണിച്ചു. സെയിം ഹോസ്പിറ്റലിൽ തന്നെ ഈ ഡോക്ടർ ശരിയല്ല, ഈ ഡോക്ടറെ 2 വീക്സ് കഴിഞ്ഞ് വരാൻ പറഞ്ഞില്ല, ഈ ഡോക്ടർ ശരിയല്ല. നമ്മള് 2 വീക്സ് കഴിഞ്ഞിട്ട് നമ്മള് ചിലപ്പോ ഈ ഡോക്ടർ എനിക്ക് ഒരു കംഫോർട്ട് കിട്ടിയില്ല, ആ ഡോക്ടറിനോട് സംസാരിച്ചപ്പോ എനിക്ക് നല്ലൊരു കംഫോർട്ട് കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ഡോക്ടറെ കാണാം, ഏത് ഡോക്ടറാണ് നല്ലത് നമ്മൾ നോക്കി. അങ്ങനെ നമ്മള് നല്ലൊരു ഡോക്ടറിനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തു. അപ്പൊ അന്ന് ആ ഡോക്ടറിനെ കണ്ടു. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടാണ് ഡോക്ടറെ സംസാരിച്ചത്. ഡോക്ടറിന്റെ പേരൊക്കെ ഞാൻ അവസാനം പറയാം. അങ്ങനെ ഡോക്ടർ അന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ ടൈം ആയി കാണുമല്ലോ, സ്കാൻ ചെയ്യാന്ന് പറഞ്ഞ് ആ സ്കാനിങ്ങിന്റെ വീഡിയോ ഇതിനകത്തിലുണ്ട്. അത് ഞാൻ ഇതിനകത്തിൽ ഉൾപ്പെടുത്താൻ കേട്ടോ. അന്ന് ഞാൻ സ്കാനിങ്ങിന് പോകുന്നതിന്റെ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്താം. നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ. എനിക്ക് ടെൻഷൻ ഒന്നുമില്ലേ? അങ്ങനെ പറയരുത് കേട്ടോ, എന്നെക്കാളും ടെൻഷൻ ഇവനായിരുന്നു. ഇവൻ പാസ്സാവോന്നും പറഞ്ഞ അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ സ്കാനിങ്ങിൽ എനിക്ക് ഫസ്റ്റ് ഹേർട്ട് ബീറ്റ് കേട്ടു ദാറ്റ് മൊമെന്റ്. പക്ഷെ ഇവനെ കാണിച്ചു കൊടുത്തില്ല, ഭയങ്കര ആഗ്രഹിച്ചൊക്കെ വന്നതാ. അപ്പോഴത്തേക്കും ഇവനെ കാണിച്ചു കൊടുത്തില്ല. ഞാൻ ചോദിച്ചു, അപ്പോഴത്തേക്കും കയറാൻ പറ്റില്ല, ബോയ്സിന് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് ഹെഡ് ബീറ്റ് കേട്ടപ്പോ നല്ല ഓക്കെ ആയി. അങ്ങനെ വീട്ടില് കൺഫേം പറഞ്ഞു. അങ്ങനെ എല്ലാരോടും കൺഫേം, എല്ലാരോടൊന്നും ഇല്ല, നമ്മുടെ വീഡിയോ ഇട്ടത് ഇല്ല, അന്നല്ല വീഡിയോ ഇട്ടത്, അന്നൊന്നല്ല, അതും കഴിഞ്ഞിട്ട് 3 മന്തിൽ നമ്മള് വീഡിയോ ഇട്ടത്. അന്നിപ്പോ 2 മന്ത് ആയി. നമ്മള് 2 ആഴ്ച കഴിയുമ്പോ 4 ആഴ്ചയായില്ലേ, 4 ആഴ്ച കഴിഞ്ഞപ്പോ തന്നെ ഒരു 2 മന്ത്സ് കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ടെസ്റ്റും കാര്യങ്ങളും വേണമെന്ന് വെച്ചിട്ടും കാര്യങ്ങളും വേണം. എന്നിട്ട് അതിന്റെ 2 ദിവസം നീണ്ടെങ്ങാനാണ് നമ്മുടെ ഷൂട്ടിന്റെ വന്നത്. അത് വീട്ടിൽ അറിയില്ല, ഇപ്പൊ പറഞ്ഞു. ഞങ്ങള് ഷൂട്ടിന് പോയി. ഞങ്ങള് പാലക്കാട് പോയി. സോങ് ഷൂട്ട്, അത് പാറയുടെ മണ്ടയ്ക്ക്, പാറയുടെ മുകളിലുള്ള വെയിലത്തായിരുന്നു ഡാൻസും. അങ്ങനെ ഡാൻസ് ഷൂട്ടായിരുന്നു. അങ്ങനെ അത് നമ്മള് പേടി ഉണ്ടായിരുന്നു, പക്ഷെ എങ്കിലും ഒരു ധൈര്യം തന്നു. ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, പൊക്കോ, വേറെ സീനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. 3 മാസം ആയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നാലും ഇവർക്ക് പേടിയുണ്ടെങ്കിൽ ഡോക്ടർ ഡോക്ടർ പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങള് എന്താണ് റിപ്പോർട്ടായിട്ട് പോയാൽ മതി, വഴിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഷൂട്ടിന് നമുക്ക് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ ഒരു കുഴപ്പം ഉണ്ടായില്ല. നല്ല ഹാപ്പി ആയിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴും നല്ല ക്ഷീണമായിരുന്നു. പക്ഷെ ഞങ്ങൾ ആരോടും പറഞ്ഞൊന്നുമില്ല, പറഞ്ഞു കഴിഞ്ഞാല് സീനാവുമെന്ന് അറിയാം, ഒന്നും ആരോടും പറഞ്ഞൊന്നുമില്ല. അങ്ങനെ നമ്മള് ഫസ്റ്റ് ട്രൈമസ്റ്റർ ഛർദിൽ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, അത് മാത്രമായിരുന്നു മെയിൻ ആയിട്ടുള്ള. എനിക്ക് ഫുഡൊക്കെ എനിക്ക് എല്ലാം ചെയ്തോന്ന് ഇവൻ തന്നെ കേട്ടോ. കഞ്ഞിയായിരുന്നു ഫുള്ള്. കഞ്ഞി മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശരിക്കും കഞ്ഞിയായി പോയി. നമുക്കിവിടെ കഞ്ഞിയുടെ മേളമായിരുന്നു, വേറെ ഒന്നും എനിക്ക് ഇറങ്ങൂല, വേറെ ഫുഡുകളൊന്നും പറ്റില്ല. ഇപ്പൊ പുറത്തുനിന്നുള്ള ക്രേംസും കാര്യങ്ങളും അങ്ങനെ ഒന്നും എനിക്കില്ല. ഇന്നത് വേണമെന്നോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. വേറെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നാളും കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ആകെപ്പാട് എന്താ, എനിക്ക് കൊറേയൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാരണം എന്തായിരുന്നു സങ്കടം? അതാണോ? അതൊന്നും അല്ല.
അതായിരുന്നു മെയിൻ ആയിട്ടുള്ള സങ്കടം കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ ഹണിമൂൺ പോയിട്ട് വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞു. അത് നടപടിയാവുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ നമ്മുടെ ഹണിമൂൺ എന്തായാലും അങ്ങനെ വിളക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ബേബി മൂൺ പോവാന്ന് പറഞ്ഞാട്ടോ. ബേബി മൂണിന്റെ കഥ പറയാം. അതിന് വന്നപ്പോ എന്തായിരുന്നു ചിക്കൻ ബോക്സ് പറയാം, അത് പറയാം. അങ്ങനെ നമ്മള് ഫസ്റ്റ് ട്രൈമസ്റ്റർ അങ്ങനെ പൂർത്തിയാക്കി. അടുത്ത സ്റ്റേജിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്കാനിങ് ഉള്ളത് മറ്റേ 3 മന്തിന്റെ സ്കാനിങ് ആണല്ലോ. അങ്ങനെ 3 മന്ത് പൂർത്തിയാകുമ്പോഴാണ് നമുക്ക് സ്കാനിങ് വരുന്നത്. അങ്ങനെ ആ സ്കാനിങ്ങിന് പോയപ്പോ ബേബി എല്ലാം ഓക്കെ ആണ്, കൺഫേം ആണ്, ഇനി നമുക്ക് എല്ലാരോടും പറയാന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെയാണ് നമ്മൾ അന്ന് വീഡിയോ ഇട്ടത്. നമ്മൾ അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തു. അങ്ങനെ സംഭവം അങ്ങനെ എടുത്തു. എല്ലാരും അറിഞ്ഞു. പിന്നെ അതൊരു കാര്യങ്ങളൊക്കെ. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എനിക്ക് എന്താ ഛർദില് ഞാൻ വീട്ടിൽ പോയി നിന്നു. കാരണം ഇവനെന്തോ അന്ന് ഷൂട്ടുണ്ടായിരുന്നു. ഷൂട്ടിന്റെ ഇത് വന്നപ്പോഴത്തേക്ക് ഇവനെ വീട്ടിൽ പറഞ്ഞു വിട്ടു. അത് കല്യാണത്തിന് ശേഷം ഫസ്റ്റ് ടൈം ആയിട്ടാണ് മാറിയിരിക്കുന്നത് അല്ലേ? എന്താ അല്ലേ? കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ മാറി നിൽക്കുന്നത്. കല്യാണം കഴിഞ്ഞ് അതുവരെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന നമ്മള് അതിനുശേഷം മാറിയുന്നത്. എത്ര 5-6 വർഷം നിന്നുള്ളൂ. പക്ഷെ ഒരു 5-10 മാസം നിന്ന ഒരു മാറി നിന്ന ഒരു അവസ്ഥയായിരുന്നു. നീ കാസർഗോഡ് പോയി, ഞാൻ എന്റെ വീട്ടിലും പോയി. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി തലകുത്തി മറിഞ്ഞ ഛർദിലായിരുന്നു. 4-ാം മാസമായി, എന്നാലും എനിക്ക് ഛർദില് കുറവൊന്നുമില്ലായിരുന്നു. വീട്ടിൽ ചെന്നപ്പോ എനിക്ക് ഛർദില് കൂടി, പനി വന്നു. ഹോസ്പിറ്റലായി. മറ്റേ ബ്ലഡിന്റെ കൗണ്ട് കൂടി അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെ ഇവൻ വന്നപ്പോ തന്നെ ഞാൻ അവിടെ നിന്ന് സെറ്റും കെട്ടി വീട്ടിലൊക്കെ എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ വയ്യ. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും എനിക്ക് ഒന്നുമില്ല. ഞാൻ കഴിക്കുമ്പോ എല്ലാത്തിനും എരിവും ഉപ്പും കൂടുതലും. ഞാൻ കഴിക്കുമ്പോ എനിക്ക് നമ്മൾ എത്ര ഉപ്പിട്ടാലും ഉണ്ടല്ലോ, ഉപ്പ് കിട്ടുന്നില്ല, ഉപ്പിന്റെ ടേസ്റ്റ് അറിയുന്നില്ല. എത്ര പുളി ഇട്ടാലും പുളിയുടെ ടേസ്റ്റ് അറിയുന്നില്ല. എനിക്ക് പുളി ഒരുപാട് എത്ര കഴിച്ചാലും എനിക്ക് മതിയാവുന്നില്ല. അത്രയും എനിക്ക് പുളി. ഈ പ്രഗ്നൻസി ടൈമിൽ ഈ മാങ്ങയൊക്കെ ഞാൻ ഇങ്ങനെ പണ്ട് കഴിക്കുന്നേ ഉള്ളൂ. നമ്മള് ഷൂട്ടിന് പോയ സമയത്ത് പച്ച മാങ്ങ മരത്തിൽ നിന്ന് പറിച്ചിട്ട് ഞാൻ പോലും ഇല്ലാണ്ട് തിന്നു. അത്ര ടേസ്റ്റ് ആയിരുന്നു. അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ തിന്നാൻ പറ്റുമോ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ എന്തോ പോലെ തോന്നുന്നു. അന്ന് ഞാൻ പച്ചക്ക് തിന്നു. വേറെ ആർക്കും തിന്നാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ പച്ചക്ക് കടിച്ച് നല്ല ടേസ്റ്റ് തിന്നുന്നത്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു. ഇങ്ങനെ നമ്മള് സെക്കൻഡ് ട്രൈമസ്റ്റർ ഇതുപോലെ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് 5 മന്തിലെ സ്കാനിങ് ആണല്ലോ. ബ്ലീഡിങ്ങും കാര്യങ്ങളും അങ്ങനെ സംഭവങ്ങളും ഒന്നും ഇല്ല കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നല്ല ഹാപ്പി ആയിരുന്നു. അന്നായിരുന്നു അത്. ആ ടൈമിൽ നമ്മള് ബേബി മൂണ് പോകാൻ ഒരുങ്ങിയത്. അപ്പോഴത്തേക്കും 7 മന്തിൽ പോകാനുള്ള പ്ലാൻ ഇട്ടോ നമ്മള്. 7 മന്തിൽ നമുക്ക് പോവാം. നമ്മള് സൈലന്റിൽ എല്ലാം നമ്മള് ബുക്കൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് അവരെ വിളിച്ച് സെറ്റായി. നമുക്ക് 7 മന്തിൽ നമുക്ക് പോവാൻ കുഴപ്പമില്ല എന്നുള്ള. അന്ന് എനിക്ക് വയറില്ല. 5 മന്ത് ആയിട്ട് എനിക്ക് വയറൊന്നും ഇല്ല. 6 മന്ത് ആയിട്ട് എനിക്ക് വയറില്ല. അപ്പൊ 7 മന്ത് ആകുമ്പോ ഒരു വയറുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ചെറിയ ചെറിയ കുരു വരുന്നു. നോക്കുമ്പോൾ പൊങ്ങി വരുന്നുണ്ട്. ചെറിയ ചെറിയ കുരുക്കൾ വരുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് അറിയാൻ ഞാൻ ഇങ്ങനെ നെറ്റിൽ അടിച്ചു നോക്കിയപ്പോഴത്തേക്കും ആ സെയിം ആണ് ചിക്കൻ ബോക്സ്. അപ്പൊ ഞാൻ ഹെൽത്തിൽ ഇങ്ങനെ വിളിക്കാറുണ്ടല്ലോ. അപ്പൊ അവരിങ്ങനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലെ കുരു ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ചിക്കൻ ബോക്സ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ബെഡ് കിടന്ന് അവരെന്റെ അടുത്ത് പോലും നിന്നില്ല. ഡോക്ടർ പോലും അടുത്ത് നിന്നില്ല. പെട്ടെന്ന് അവരെന്നോട് വീട്ടിൽ പൊക്കോളെന്ന് പറഞ്ഞു. മെഡിസിൻ തന്നു. 14 ദിവസം വെയിലുള്ളി കിടക്കണമെന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെ ഓർക്കാൻ വയ്യ. ഞാനൊരു 10 ദിവസമൊക്കെ ഇവന് വന്നില്ല കേട്ടോ. എങ്ങനെ എനിക്കറിയില്ല. നിനക്ക് ഇവന് വന്നില്ല. അതിനപ്പോഴത്തേക്കും ഉമ്മ എന്നെ നോക്കാൻ വേണ്ടിട്ട് വന്നു. വീട്ടിൽ നോക്കാൻ വേണ്ടിട്ട് വന്നു. പക്ഷെ ഇവർക്ക് 2 പേർക്കും ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഞാനൊന്ന് അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞപ്പം നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇത് കുട്ടിയെ ബാധിക്കുവോ ഇല്ലയോ അങ്ങനെ കുറെ ടെൻഷൻസ് ഉണ്ട്. അപ്പൊ പക്ഷെ നമ്മൾ ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സെക്കൻഡ് ട്രൈമസ്റ്റർ തേർഡ് ട്രൈമസ്റ്ററിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വന്നാലേ പ്രശ്നമുള്ളൂ.
ഇനി കുഴപ്പമില്ല, 7 മന്ത് സ്റ്റാർട്ടിങ് അല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബേബി മൂണൊക്കെ അവിടെ ഇതായി കലാശിച്ചു. പക്ഷെ വീണ്ടും എനിക്ക് കുരു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പോകുന്നില്ലായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും വന്നിട്ടില്ല. ഇവർ രണ്ടുപേരും നോക്കുന്നു. എനിക്ക് വേദന എന്ന് പറഞ്ഞാൽ അമ്മാതിരി വേദനയായിരുന്നു, സഹിക്കാൻ പറ്റാത്ത, ഉറങ്ങാൻ പറ്റാത്തത്ര വേദനയായിരുന്നു. അതായിരുന്നു എനിക്ക് എന്റെ പ്രഗ്നൻസിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയൊരു സംഭവം ചിക്കൻ ബോക്സ് ആയിരുന്നു. വേറെ എന്ത് വന്നാലും സഹിക്കാൻ പറ്റും, പക്ഷെ ചിക്കൻ ബോക്സ് അതിന്റെ പെയിന് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ അതിനുശേഷം നമ്മള് എന്താണ് ഇങ്ങനെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാത്ത ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പ്രശ്നം കാരണം ചിക്കൻ ബോക്സ്, അപ്പൊ അത് കാരണം എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. അത് ഞാൻ ചിക്കൻ ബോക്സ് മാറി തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പിന്നെ ഇവിടുന്ന് വീട്ടിൽ പോയി കുറച്ച് ദിവസം നിന്നു. ഒരു 10 ദിവസം നിന്നു. 10 ദിവസം എന്റെ ഉമ്മ ഇവിടെ നിന്നു, 10 ദിവസം എന്റെ വീട്ടിലായിരുന്നു. 10ാമത്തെ ദിവസം ഞാൻ വീണ്ടും ഇവിടെ ഇങ്ങോട്ട് തിരിച്ചു വന്നു. വീണ്ടും എനിക്ക് കഞ്ഞി മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. വീണ്ടും എനിക്ക് ഫുഡിനോടൊക്കെ ഭയങ്കര അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണ് വീഡിയോ പഴയതുപോലെ ഫുഡിന്റെ ഒക്കെ ഇടാത്തത്. ഇതാണ് സംഭവം. ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. പണ്ടത്തെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബിരിയാണി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കാൻ, നമുക്ക് ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ, ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. പുറത്തുനിന്ന് കടയിൽ പോയി കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കണമെന്നുള്ള ഇതിലേക്കാണ് അവള് ചാടി ഇങ്ങോട്ടേക്ക് വരുന്നത്. നടക്കില്ല. അപ്പം അങ്ങനെയായി നമ്മളെ സെക്കൻഡ് ട്രൈമസ്റ്ററും കഴിഞ്ഞു. അങ്ങനെ 3rd ട്രൈമസ്റ്ററിലോട്ട് കയറിയപ്പോ ചിക്കൻ ബോക്സ് വന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ വളകാപ്പും പിന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോക്കലും പിന്നെ ബേബി മൂണും എല്ലാം അവിടെ അവസാനിച്ചു. എനിക്ക് 7 മാസം മുതല കറക്റ്റായിട്ട് ഒരു ബേബി ബമ്പ് വന്നു തുടങ്ങിയത് കേട്ടോ. അതുവരെ എനിക്ക് ബമ്പില്ലായിരുന്നു. ഞാൻ ഡോക്ടറിനോട് ചോദിച്ചാലോ എന്ന് വിഷയമൊന്നും വേണ്ട, ചോദിക്കണ്ട, തൽക്കാലം ഇങ്ങനെ ഇരിക്കണം. ഇപ്പോഴും എനിക്ക് അധികം ഇല്ല. ഇപ്പോഴും എന്നോട് എല്ലാരും പറയാറുണ്ട് എനിക്ക് ബേബി ബം ഒന്നും ഇല്ല എന്നുള്ളത്. അങ്ങനെ പിന്നെ അതിന് ശേഷം എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാലോ, സെക്കൻഡ് ട്രൈമസ്റ്റർ മുകളിൽ തുടങ്ങിയ ഒരു പ്രശ്നമാണ് കേട്ടോ. മുഖത്ത് കുരു വരാൻ തുടങ്ങി, ഡള്ളാവാൻ തുടങ്ങി. പിന്നെ പഴയ ഒരു എന്താ പറയാ, പ്രഗ്നൻസി ഗ്ലോ ഒന്നും ഇല്ല. ഇതാണ് പ്രഗ്നൻസി ഗ്ലോ. കുരു, പിന്നെ കഴുത്തിൽ ഇങ്ങനെ കറുപ്പ് വരാൻ തുടങ്ങി. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം ഞാൻ കുറച്ച് ഡിപ്രഷനൊക്കെ ആയി. പിന്നെ എന്റെ പഴയ ഒരു രൂപത്തിലോട്ട് വരുന്നില്ലല്ലോ. പഴയ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കരയാൻ തുടങ്ങി. ഞാനിങ്ങനെ ഓരോ ഫോട്ടോയും എടുത്തോ, ഇങ്ങനെ ഞാനാണ് ഇപ്പൊ ഇങ്ങനെ പോയല്ലോ ഇങ്ങനെ ആലോചിച്ചിട്ട്. അത് മാത്രല്ല, നമ്മള് ലൈവ് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. ലൈവ് പോയിക്കൊണ്ടിരുന്നപ്പോ അതിന്റെ ഇടയിൽ വന്ന് കുറെ പേര് കുത്തി പറഞ്ഞു ഞാനിങ്ങനെ ക്ലാസ് ഒക്കെ പോയല്ലോ, കറക്റ്റ് പോയല്ലോ. അതും കൂടെ കേട്ടപ്പോ ഞാൻ ഇനി ലൈവ് ചെയ്തൂല. എനിക്ക് പറയാം, കാരണം നമ്മള് പ്രഗ്നന്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്നേന്ന് അറിയാം. പക്ഷെ എന്നാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തു. കാരണം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മള് ഡെലിവറി കഴിയുമ്പോൾ എല്ലാം പഴയതുപോലെ ആവും എന്ന് പറഞ്ഞു. ആവും വിചാരിക്കുന്നു. അങ്ങനെ നമ്മള് 3rd ട്രൈമസ്റ്ററിലോട്ട് വന്നതിന് ശേഷം ആദ്യത്തെ സംഭവം ഈ ചിക്കൻ ബോക്സ് ആണ്. അതിനുശേഷം നമുക്ക് എന്തായിരുന്നു സംഭവം? അതിനുശേഷം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിസ്റ്റ് ഉണ്ട് കേട്ടോ, ഗ്യാസ് കയറിയിട്ട്. അതൊരു ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയില് 3 ദിവസം പോയില്ല. ഒരു 6 മാസം മുതൽ നടുവേദനയൊക്കെ വരാൻ തുടങ്ങി. 7 മാസത്തിലാണ് എനിക്ക് ബേബി മമ്പ് കാണാൻ തുടങ്ങിയതും. ബേബി മമ്പ് വന്നതിന് ശേഷം മാത്രമാണ് എനിക്ക് നടുവേദന തുടങ്ങിയത്. പിന്നെ എനിക്ക് നടുവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇരിക്കാനും നിൽക്കാനും എന്തല്ല. പക്ഷെ നടക്കാനൊന്നും പറ്റില്ല കേട്ടോ. കുറച്ചേരം രാത്രി മെയിനായിട്ട് ഉറക്കമില്ല. ഇവ ഞാൻ ആർക്ക് നിങ്ങൾക്ക് എന്ത് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. രാത്രി 2 മണിയാകുമ്പോ ഇവന് വിശപ്പ് തുടങ്ങും. പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ഞാന് വിശപ്പ് വരുന്നേ ഇവന്. അതെങ്ങനെ ശരിയാവും? ഞാനൊരു നടുവേദന പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് നടുവേദന എടുക്കുന്നത്. ഞാൻ ഇന്ന് കാലുവേദന എടുക്കുന്നു പറഞ്ഞാൽ അയ്യോ എനിക്ക് കാലുവേദന എടുക്കുന്നു. ഇതാണ് രാത്രി 2 മണിയാകുമ്പോ വിശക്കും, മന്തി വേണം, ഷവർമ വേണം, ഇതൊക്കെയാണ്. പ്രഗ്നന്റ് ആയിരിക്കുന്ന ഞാനല്ല കേട്ടോ, ഞാനാ.
അങ്ങനെ പിന്നെ നമുക്ക് എന്താണ് ഹോസ്പിറ്റലില് ലാസ്റ്റ് ആയിട്ട് പോകേണ്ടി വന്നത് ഒരു 2 വീക്സ് മുന്നേ. ഉം. 2 വീക്സ് മുന്നേ അവിടെ? ഞാൻ വീണ്ടും എന്റെ വീട്ടിൽ പോയി 2 ദിവസം നിന്നായി. അപ്പൊ എനിക്ക് വീണ്ടും ഒരു പെയിൻ പോലെ വന്നു. അത് ഫോൾസ് ലേബർ പെയിൻ ആണെന്നൊക്കെയാണ് അവര് പറയുന്നത്. പക്ഷെ അവർക്ക് പെട്ടെന്ന് തിരക്ക് ഡെലിവറി ആക്കണം എന്നുള്ളൊരു തിരക്ക്. അപ്പം നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ആവുന്നിട്ട് നമ്മൾ ഇനിയും നമുക്ക് ഒരു 3 വീക്സും കൂടെ 3 വീക്സ് 4 വീക്സ് അധികം ഉണ്ട്. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലോ. ഒരു 39 വീക്ക് 39 വീക്ക് ആണല്ലോ നമുക്ക് ഡെലിവറി നടക്കുന്നത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലോ. ആ ഹോസ്പിറ്റലിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. അത് മാത്രം ഞാൻ പറയാം. അപ്പൊ അതും പറയണ്ട, വേണ്ട. അങ്ങനെ നമ്മള് എന്താണ് എല്ലാം ശുഭമാക്കി കഴിഞ്ഞു. നമ്മള് ഇതുവരെ അടിപൊളിയായിട്ട് പറഞ്ഞാൽ ഇവൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇവനെല്ലാം സെറ്റായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ സെറ്റായിട്ട് പോകുന്നു പറയുന്നില്ല. അതിൻ്റെതായിട്ടുള്ള ചെറിയ 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 ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ എന്താ നമ്മള് ഇപ്പം ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിന്റെ സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എല്ലാം പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി കഴുകി ഫ്രഷാക്കി ഇനി മടക്കി തേച്ച് വെച്ചാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ബാഗ് എടുത്തുകൊണ്ട് പോയാൽ മാത്രം മതി ഹോസ്പിറ്റലിലോട്ട്. വേറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇത്രയും നാളത്തെ ഒരു 9 മന്തിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പറ, മനസ്സ് തുറന്ന് പറ. ഈ ചെവിക്ക് ഏറ്റവും വലിയ ഉള്ള ടെൻഷൻ എന്താ അറിയോ, വിഷമം എന്താണെന്നറിയോ? എല്ലാ ഭാര്യമാരും 7-ാം മാസം കഴിഞ്ഞെങ്കിലും വീട്ടിൽ പോകും. സ്വന്തം ഇത് പോകുന്നില്ല. എന്തുകൊണ്ട് പോകുന്നില്ല? എനിക്കറിയോ, എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ പോകുന്നില്ല. അതൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് പറഞ്ഞാലും വീട്ടിൽ പോയി പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഇവിടെ അല്ലേ കാണിക്കുന്നത്. ആ ഒരു ഇന്നെ കൊണ്ടേ പോകുള്ളൂ. പക്ഷെ ഞങ്ങള് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നടക്കൂലല്ലോ. വീട്ടിൽ തന്നെ നിക്കണമല്ലോ. ഇവനെ കൊണ്ട് പറ്റൂലല്ലോ നോക്കാൻ. അതുകൊണ്ട് അപ്പം എങ്കിലും ഞാൻ ബൈ ബൈ പറയുന്നതായിരിക്കും. അതുവരെ ഞാൻ കൂടെ കാണും അല്ലേ? അപ്പൊ നമ്മുടെ ഇതാണ് കഴിഞ്ഞ 9 മാസങ്ങളായിട്ട് ഞാൻ ഇതിനകത്തിന് ചെറിയ ചെറിയ കാര്യം നമ്മളൊരു ഷോർട്ട് ആക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു അരമണിക്കൂറിൽ നമ്മൾ നമ്മുടെ 9 മന്ത് സ്റ്റോറി നമ്മൾ ഷോർട്ട് ആക്കിയിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വീണ്ടുണ്ട്. അത്യാവശ്യം പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ, ഇതായിരുന്നു ഞങ്ങളുടെ എന്ത് പറയുന്ന പ്രഗ്നൻസി ജേണി. അപ്പൊ ഈ ഡെലിവറി ജേണി ആയിട്ട് ഡെലിവറി വ്ലോഗായിട്ട് നമ്മള് ഇനി അടുത്ത വീഡിയോ ചിലപ്പോ ഡെലിവറി വ്ലോഗ് ആയിരിക്കല്ലോ. അല്ല ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഉണ്ട്. അത് നമുക്ക് എന്തായാലും വ്ലോഗ് ചെയ്യാം. ഇപ്പൊ നമ്മള് ഇതുകൊണ്ട് നിർത്താണ്. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത്രേ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ബൈ പറയാം അല്ലേ?